ഗായ്സ്, നമ്മുടെ ക്രൊയേഷ്യയിലേക്ക് പുതിയൊരു വിസ സ്കീം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ നോമാഡ് വിസ എന്നാണ് അതിൻ്റെ പേര്. ഈ വിസയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്രൊയേഷ്യയിൽ വരാം. ക്രൊയേഷ്യയിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. പക്ഷേ നിങ്ങൾ ക്രൊയേഷ്യൻ രജിസ്റ്റേഡ് ആയിട്ടുള്ള കമ്പനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു UK ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഓസ്ട്രിയൻ കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളായിരിക്കും നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു UK ബേസ് ആയിട്ടുള്ള ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു യൂട്യൂബ് സ്ട്രീമറാണ് അല്ലെങ്കിൽ ഒരു ട്രേഡറാണ്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വിസയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തത്. നമ്മുടെ ക്രൊയേഷ്യൻ സൈറ്റാണ്, ഗവൺമെൻറ് സൈറ്റാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഫോം ഉണ്ടാകും. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ക്രൊയേഷ്യൻ ബേസിക് സാലറിയിലേക്കാളും 2 ഇരട്ടി സാലറി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് 2500 യൂറോയ്ക്ക് മേളിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്കിവിടെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. നമ്മളൊരു റെൻറ്റൽ അഗ്രിമെൻറ്റ് ചെയ്തിരിക്കണം. അത് എല്ലാം കൂടി നമ്മൾ PCC എടുത്ത് നമ്മൾ വേറെ എംബസി അല്ലെങ്കിൽ UFS നമ്മൾ സബ്മിഷൻ ചെയ്യുക. ഏകദേശം ഒരു 4 ആഴ്ച കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വിസ കിട്ടും. ഈ വിസ എന്ന് പറയുന്നത് 18 മാസത്തേക്കായിരിക്കും നിങ്ങൾക്ക് വിസ കിട്ടുന്നത്. സോ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ 18 മാസത്തേക്കുള്ള TRCയും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. ഈ 18 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ TRC പുതുക്കാൻ ഏകദേശം ഒരു 6 മാസം വരെയാണ് നിങ്ങൾക്ക് പുതുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്കിത് പുതുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഇവിടുന്ന് കയറി പോകേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമോ, ക്രൊയേഷ്യ നിൽക്കാം, വേറെ ഷെങ്കൻ രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ഫേക്ക് ഡോക്യുമെൻ്റ് ഒക്കെ വെച്ച് ഫേക്കായിട്ട് നിങ്ങൾ ഓരോ പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോമാഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ കയറി വന്ന് എന്നിട്ട് TRC കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ TRC ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഡിജിറ്റൽ നോമാഡ് വിസ സ്കീമിൽ വരുന്നവർക്ക് TRC ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ജോലിക്ക് മാറി കയറാനോ ഉള്ള ഒരു ഓപ്ഷൻസും ഉണ്ടായിരിക്കത്തില്ല. സോ നിങ്ങൾ അങ്ങനെ വിചാരിച്ച് നോക്കണ്ട. സോ ഇതാണ് ഗൈസ് ഡിജിറ്റൽ നോമാഡ് വിസ. പക്ഷെ നിങ്ങൾക്ക് കത്തിയ പോലെ, നിങ്ങൾക്ക് തോന്നിയ പോലെ എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചു ഗൈസ്. ഇത്രയും ക്രൊയേഷ്യയിലേക്കാൾ ഇരട്ടി സാലറി കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നാൽ പോരെ, വെറുതെ ഇങ്ങോട്ട് വരണമെന്ന്. സംഭവം ശരിയാണ്. പക്ഷേ എന്താ പറയുക, വിസിറ്റിംഗ് വിസ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അവൻ്റെ ഒക്കെ ഒരു നോമാഡ് വിസ. പക്ഷേ ഒരു ഉപകാരം കേട്ടോ, നമുക്ക് വിസിറ്റിംഗ് വിസ വരണേക്കാളും തുച്ഛമായ റേറ്റിൽ ഏകദേശം ഇന്ത്യൻ തൊപ്പി 20,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കയറി വരാൻ പറ്റും. പിന്നെ എക്സ്ട്രാ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം മതിയായിരിക്കും. 20,000 രൂപയ്ക്ക് നമുക്ക് യൂറോപ്യൻ കൺട്രിക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ, അതും 1 ഇയർ കാലാവധിയിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് എത്രയും സാലറി മേടിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എലിജിബിലിറ്റി ഉള്ളവർക്ക് കയറി വരാം. ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചാൽ പോകാം. അതൊക്കെയുള്ളൂ ഡിജിറ്റൽ നോമാഡ് വിസ, വിസിറ്റിംഗ് വിസ. എന്താല്ലേ. അപ്പോൾ ശരി ഗൈസ്.